ബിസ്മില്ലാഹ്. പ്രൊഫറ്റ് യഹിയ അലൈഹിസ്സലാം. പ്രവാചകൻ സക്രിയ അലൈഹിസ്സലാമിന്റെ മകനാണ് യഹിയ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. വൃദ്ധനായ പിതാവിൽ നിന്നും വന്ധ്യയായ മാതാവിൽ നിന്നുമാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് ഖുർആനിൽ അൽ അംറാൻ, അൽ അനാം, മറിയം, അൽ അംബിയാഹ് എന്നീ സൂറത്തുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ധ്യയായ മാതാവിൽ നിന്നും വൃദ്ധനായ പിതാവിൽ നിന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സക്രിയ അലൈഹിസ്സലാമിന് 90 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തനിക്കൊരു മകനെ നൽകി അനുഗ്രഹിക്കുന്നതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിനും ഇസ്ലാമിക സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാനും അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ നൽകാൻ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആ നല്ല വാർത്തയുമായി മലക്കുകൾ അദ്ദേഹത്തിന്റെ മുൻപിൽ വരികയും ചെയ്തു. ഇത് കേട്ടപ്പോൾ പ്രവാചകന് വലിയ ആശ്ചര്യമായി. പ്രവാചകൻ ഒരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത 3 ദിവസത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞു. മലക്കുകൾ പറഞ്ഞതുപോലെ അടുത്ത 3 ദിവസത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ആംഗ്യ ഭാഷകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ലോകത്തെവിടെയും കുട്ടികൾ തമാശയുടെ ലോകത്തായിരിക്കും. മിക്ക കുട്ടികളും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിച്ചിരുന്നു. എന്നാൽ യഹിയ അലൈഹിസ്സലാം എപ്പോഴും ഗൗരവമുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. പ്രവാചകൻ അവരോട് കരുണ കാട്ടുകയും തന്റെ ആഹാരത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പഴവർഗ്ഗങ്ങളോ ഇലകളോ ആയിരുന്നു കഴിച്ചിരുന്നത്. ഒരിക്കൽ മറ്റു കുട്ടികൾ അവരോടൊപ്പം കളിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്നിട്ട് അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു: അദ്ദേഹത്തെ കളിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ലെന്ന്. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും മറ്റു പ്രവാചകന്മാരെ പോലെ അള്ളാഹുവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് 40 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പ്രവാചകനായി. കുട്ടിക്കാലം മുതൽ യഹ്യ അലൈഹിസ്സലാം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. വളർന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ശ്രേഷ്ഠനായി ഉയർത്തുകയും ചെയ്തു. അള്ളാഹു കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് അറിവ് നൽകി അനുഗ്രഹിച്ചിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അറിവുള്ള ഒരാളായി തീർന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ ന്യായവിധികൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിന് നൽകി അള്ളാഹു അനുഗ്രഹിച്ചിരുന്നു. അദ്ദേഹം മതത്തിന്റെ രഹസ്യങ്ങളെ വ്യാഖ്യാനിക്കുകയും ജനങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുകയും ദുഷ്ടശക്തികളിൽ നിന്ന് അവരെ താക്കീത് ചെയ്യുകയും ചെയ്തു. മുതിർന്നപ്പോൾ മനുഷ്യരോടും മൃഗങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പ കൂടുതൽ വർദ്ധിച്ചു. പാപങ്ങളിൽ പശ്ചാത്തപിക്കാൻ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. കുറച്ച് ദിവസമായി കാണാതായ തങ്ങളുടെ മകനെ അന്വേഷിക്കുകയായിരുന്നു സക്രിയ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യയും. അവർ പലയിടത്തും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ജോർദാൻ നദിയുടെ തീരത്ത് വെച്ച് പ്രവാചകനെ കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ച മാതാപിതാക്കളോട് അദ്ദേഹം വിശദീകരിച്ചു. അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്താൽ സന്തോഷിച്ച് സ്വർഗത്തിലെ ജനങ്ങൾ ഉറങ്ങുന്നില്ല. ആ അനുഗ്രഹം ലഭിക്കുമെന്നറിയാതെ നമുക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും? അള്ളാഹുവിനോടുള്ള അവരുടെ മകന്റെ അമിതമായ ഭക്തി കണ്ട് അവർ വിതുമ്പിക്കരഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ 3 ദിവസമായി വീട്ടിൽ വരാതിരുന്ന പ്രവാചകനെ തിരയുകയായിരുന്നു സക്രിയ അലൈഹിസ്സലാം. ആ സമയത്ത് ഒരു കുഴിമാടത്തിൽ കയറിയിരുന്ന് തേങ്ങുന്ന മകനെ കണ്ട സക്രിയ അലൈഹിസ്സലാം ആശ്ചര്യപ്പെട്ടു. ആ കുഴിമാടത്തിലിരുന്ന് എന്ത് ചെയ്യുകയാണെന്ന് സക്രിയ അലൈഹിസ്സലാം മകനോട് ചോദിച്ചു. എന്റെ മകനെ, പ്രവാചകൻ പറഞ്ഞു, ഞാൻ എല്ലായിടത്തും നിന്നെ അന്വേഷിച്ചു. എന്തിനാണ് നീ ഈ കുഴിമാടത്തിലിരുന്ന് കരയുന്നത്? എന്റെ പിതാവേ, പ്രവാചകൻ പറഞ്ഞു, സ്വർഗവും നരകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം കടക്കാൻ കണ്ണുനീർ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അങ്ങ് എന്നോട് പറഞ്ഞിട്ടില്ലേ? തന്റെ മകന്റെ ഭക്തി കണ്ടപ്പോൾ വൃദ്ധനായ പ്രവാചകൻ അത്ഭുതപ്പെട്ടു. എന്റെ മകനെ, നീ കരഞ്ഞോളൂ എന്ന് പറഞ്ഞ്
അവർ പരസ്പരം കരയുകയുണ്ടായി. പ്രവാചകൻ പകൽ സമയം കൂടുതലും മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ പോലെ സാധാരണ ഭക്ഷണങ്ങൾ ആയിരുന്നില്ല കഴിച്ചിരുന്നത്. അദ്ദേഹം വിശക്കുമ്പോൾ ഇലകൾ പറിച്ച് തിന്നുകയും ദാഹിക്കുമ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകാതെ കഴിക്കുന്നതിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. ആദ്യം പക്ഷികൾക്കും മൃഗങ്ങൾക്കും നൽകിയതിനു ശേഷമായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. ചില സമയങ്ങളിൽ അവർ കഴിച്ചതിന്റെ ബാക്കി വരെ അദ്ദേഹം കഴിക്കാറുണ്ട്. ബനൂ ഇസ്രായേൽ ജനത വില കൂടിയ വസ്ത്രങ്ങളും മറ്റുമായി ആഡംബര ജീവിതം നയിച്ചിരുന്ന ആ സമയത്ത് പ്രവാചകൻ സ്വന്തമായി ഒന്നും സമ്പാദിച്ചു വച്ചിരുന്നില്ല. ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല. വിശക്കുമ്പോൾ പുല്ലും ഇലകളും ഭക്ഷിക്കും. ദാഹിക്കുമ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കും. അദ്ദേഹത്തിന് ഉറക്കം വന്നാൽ മലമുകളിലോ മാളങ്ങളിലോ എവിടെ വേണമെങ്കിലും ഉറങ്ങും. ചില രാത്രികളിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നാൽ ഗുഹകളിലേക്ക് പോകും. പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഗുഹക്കകത്തുള്ള സിംഹത്തെയോ മറ്റു മൃഗങ്ങളെയോ ശ്രദ്ധിക്കാറില്ല. അതിനകത്തുള്ള ജീവികൾക്ക് ചെവി കൊടുക്കാതെ അദ്ദേഹം ഗുഹക്കുള്ളിൽ പ്രാർത്ഥിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ മൃഗങ്ങൾ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവർ ഗുഹക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി യഹ്യ അലൈഹിസ്സലാം ആളുകളെ വിളിച്ചു വരുത്തി. സ്നേഹവും സമർപ്പണവുമെല്ലാം കൊണ്ട് അദ്ദേഹം അവരെ കരയിപ്പിച്ചു. സത്യസന്ധമായ വാക്കുകളിലൂടെ അദ്ദേഹം അവരുടെ ഹൃദയം കീഴടക്കി. ബനൂ ഇസ്രായേലിയൻ ജനത അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർക്ക് ഹൃദയസ്പർശിയായി തോന്നിയിരുന്നു. ബനൂ ഇസ്രായേലിയൻ ജനത ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 5 നിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രവാചകൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്നതായിരുന്നു. രണ്ടാമത്തേത് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. 3. മറ്റൊന്നിലേക്കും ശ്രദ്ധ ചെലുത്താതെ ഏകാഗ്രമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. 4. മറ്റുള്ളവരോടുള്ള അനുകമ്പ. 5. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവൻ ശൈത്താനിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ്. ഈ കാലഘട്ടത്തിലാണ് ഹെറോഡ് ആന്റിപ്പസ് എന്ന ദുഷ്ടനായ രാജാവ് ഫലസ്തീനിൽ ഭരണം നടത്തിയിരുന്നത്. രാജാവ് തന്റെ സഹോദരന്റെ മകളായിരുന്ന സലോമുമായി പ്രണയത്തിലായിരുന്നു. ആ സുന്ദരിയായ സലോമിനെ വിവാഹം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. സഹോദരന്റെ മകളെ വിവാഹം കഴിക്കുന്നത് പാപമായിരുന്നെങ്കിലും രാജാവിനെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അവളുടെ അമ്മയും ഫലസ്തീനിലെ പണ്ഡിതന്മാരുമൊക്കെ ഈ വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചു. അവർക്ക് രാജാവിന്റെ പ്രീതി സമ്പാദിക്കുന്നതിനായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ രാജാവിന്റെ പദ്ധതികളെക്കുറിച്ച് കേട്ടപ്പോൾ പ്രവാചകൻ രോഷാകുലനായി. അത്തരമൊരു വിവാഹം പാപകരമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ഒരിക്കലും ഈ വിവാഹം അംഗീകരിക്കുന്നില്ലെന്നും തൗറാത്തിന്റെ നിയമത്തിന് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാചകന്റെ പ്രഖ്യാപനം കാട്ടുതീ പോലെ പടർന്നു. സലോം ഇത് കേട്ടപ്പോൾ അവൾ വളരെ രോഷാകുലനായി. അവളുടെ അമ്മാവനെ രാജ്യം ഭരിക്കാനുള്ള അവളുടെ ആഗ്രഹമായിരുന്നു അത്. ആ രാത്രിയിൽ പ്രവാചകനെ കൊല്ലാൻ സലോം ഗൂഢാലോചന നടത്തി. അടുത്ത ദിവസം അവൾ ആകർഷകമായ വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിലെത്തി രാജാവിന്റെ മുൻപിൽ രാജകീയ നൃത്തം ചെയ്തു. ഇത് കണ്ട് അവളോടുള്ള ഇഷ്ടം കൂടിയ രാജാവ് അവൾ ആഗ്രഹിച്ചതെന്തും ചെയ്യാൻ തയ്യാറായി. യഹ്യ എന്ന പ്രവാചകന്റെ തല ഒരു തളികയിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ രാജാവിനെ അറിയിച്ചു. അങ്ങയുടെയും എന്റെയും ഈ രാജ്യത്തിന്റെയും മുഴുവൻ ബഹുമതിയും അദ്ദേഹം അശുദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ സമർപ്പിക്കും. അവളുടെ ക്രൂരമായ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സമ്മതിച്ചു. രാജാവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകന് വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തല ഒരു തളികയിലാക്കി സലോമിന് നൽകി. ആ ദുഷ്ടസ്ത്രീ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ അവരുടെ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് തന്റെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യപ്പെട്ടു. സലോം മാത്രമല്ല,
ബനി ഇസ്രായേലിൽ സകലതും ആക്രമണകാരികളാൽ ശിക്ഷിക്കപ്പെടുകയും രാജ്യം തകർക്കുകയും ചെയ്തു.